ലീവ് എടുക്കുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണോ തോന്നാറ്, കുറ്റബോധമാണോ തോന്നാറ്? നിങ്ങൾക്ക് സന്തോഷമാണ് തോന്നുന്നതെങ്കിലും കുറ്റബോധമാണ് തോന്നുന്നതെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ പൊതുവെ ലീവിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരുപാട് ചിന്തകളുണ്ട് അല്ലേ? എൻ്റെ വർക്ക് പെൻഡിങ് ആകുമോ, എൻ്റെ മാനേജർ എന്ത് വിചാരിക്കും, എൻ്റെ പ്രൊമോഷനെ ബാധിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ടീമിനൊരു ഭാരമാകുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കുക, ലീവ് എന്നത് ഒരു ആനുകൂല്യമല്ല, നിങ്ങളുടെ അവകാശമാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് കുറ്റബോധമില്ലാതെ ലീവ് എടുക്കാൻ സാധിക്കുന്നത് എന്നാണ്. ഒന്ന്, മുൻകൂറെ പ്ലാൻ ചെയ്ത് ലീവ് എടുക്കുക. അതായത് നമ്മൾ ഒരിക്കലും അവസാന നിമിഷം ലീവ് ചോദിക്കാതെ, എമർജൻസി സിറ്റുവേഷൻ മാറ്റി നിർത്തിയിട്ടാണ് പറയുന്നത്, അവസാന നിമിഷം ലീവ് ചോദിക്കാതെ കുറഞ്ഞത് ഒരാഴ്ച മുൻപെങ്കിലും കൃത്യമായി എന്ത് ചെയ്യുക, HR-നെയോ മാനേജേഴ്സിനെയോ നിങ്ങളുടെ ലീവിനെ പറ്റി അറിയിക്കുക. ഇത് സഹപ്രവർത്തകർക്ക് നിങ്ങളുടെ അഭാവത്തിൽ കാര്യങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സമയം നൽകും. അവർക്കത് പ്ലാൻ ചെയ്യാനും സാധിക്കും. 2, വർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. പെൻഡിങ് ആയ കാര്യങ്ങൾ ആര് നോക്കും എന്ന് കൃത്യമായി ഒരു പ്ലാൻ ചെയ്യുകയും അത് അവരെ അറിയിക്കുകയും ആ വർക്ക് ഹാൻഡ് ഓവർ നോട്ട് നൽകുന്നതിലൂടെ നിങ്ങളുടെ പ്രൊഫഷണലിസം വർദ്ധിക്കുകയും നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ ലീവ് എടുക്കാൻ സാധിക്കുകയും ചെയ്യും. 3, ഡിജിറ്റൽ ഡിറ്റോക്സൈഡ്. ലീവ് എടുത്തു കഴിഞ്ഞാൽ മെയിലുകളും നോട്ടിഫിക്കേഷനുകളും എല്ലാം ഓഫ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കുക, ഡിജിറ്റൽ ഡിറ്റോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഫോണേ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നതല്ല, പകരം സെലക്റ്റീവ് ആക്സസിബിലിറ്റി ശീലിക്കുക എന്നതാണ്. അതിനായിട്ട് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. ഒന്ന്, VIP നോട്ടിഫിക്കേഷൻസ് മാത്രം. അതായത് നിങ്ങളുടെ ഇൻബോക്സിൽ പ്രധാനപ്പെട്ട ക്ലയൻറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ മാനേജറിൽ നിന്നും ഉള്ള മെയിലുകൾക്ക് മാത്രം നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിൽ സെറ്റിംഗ്സ് ആക്കുക. ബാക്കിയുള്ളവയെല്ലാം പിന്നീട് അയക്കാം എന്ന രീതിയിലേക്ക് ഹൈഡ് ചെയ്തിടുക. അതുപോലെ തന്നെ നിശ്ചിത സമയം മാറ്റിവെക്കുക. ദിവസം മുഴുവൻ മെയിൽ നോക്കുന്നതിന് പകരം രാവിലെയും വൈകുന്നേരവും ഒരു 10 മിനിറ്റ് മാത്രം നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക. അടിയന്തരമായി മറുപടി നൽകേണ്ടാത്തവയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ മറുപടി നൽകണോ എന്നുള്ള പ്രയോറിറ്റി നോക്കിയ ശേഷം മാത്രം റിപ്ലൈ കൊടുക്കുക. മറ്റൊന്ന്, ഓട്ടോ റിപ്ലൈ സെറ്റ് ചെയ്യുക. ഇന്ന് ടെക്നോളജി വളരെയധികം ഫാസ്റ്റാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് റിപ്ലൈ ഒക്കെ ഓട്ടോ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എപ്പോൾ തിരികെ വരും, അടിയന്തര സാഹചര്യത്തിൽ ആരെ കോൺടാക്റ്റ് ചെയ്യണം എന്ന മെയിൽ സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നൊരു വാട്സപ്പ് സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലെ കുറ്റബോധം ഒഴിവാക്കാനും വർക്ക് പെൻഡിങ് ആവുന്ന ടെൻഷൻ ഒഴിവാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഓർക്കുക, നിങ്ങൾ ഇത്തരത്തിൽ ലീവൊക്കെ എടുത്ത് ഒന്ന് വളരെ റീഫ്രഷ് ആയിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലമായി ജോലി ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മനസ്സ് ലീവ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഗിൽറ്റ് ഇല്ലാതെ കൃത്യമായി എന്ത് ചെയ്യാം, ലീവ് എടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.